നമസ്കാരം. ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായും ധാർമ്മികമായും പ്രതിരോധിച്ചുകൊണ്ട് ഒരു പ്രമുഖ ഇടത് അനുകൂല മാധ്യമം രംഗത്ത് വന്നിരിക്കുകയാണ്. വേട്ടക്കാരന് ചാനൽ സ്റ്റുഡിയോയിൽ പരവതാനി വിരിച്ചു കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനത്തെ കൂട്ടിക്കൊടുപ്പെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ആ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ചോദ്യം ചെയ്യലിന്റെ പേരിൽ വേട്ടക്കാരന് വേദിയൊരുക്കി. കാണിക്കാമെന്ന അയാൾ പറഞ്ഞ തെളിവുകൾ കാണിക്കേണ്ട എന്ന് നിസാരം പറഞ്ഞു തള്ളി. അന്തിച്ചർച്ചകളിൽ കുറ്റവാളികൾക്ക് നേരെ ഗർജിക്കുന്ന സിംഹം ഇന്ന് അഭിമുഖത്തിലുടനീളം തണുത്ത മട്ടായിരുന്നു. ആർക്കോ വേണ്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നു. മുന്നിലിരിക്കുന്ന കുറ്റവാളിയുടെ പൂർണ്ണമായും വിശ്വസിക്കുന്നത് പോലെ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള വളരെ മനോഹരമായ ഒരു കാട്ടിക്കൂട്ടൽ. അതിജീവിതകളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുന്ന ഈ സ്റ്റുഡിയോ PR വർക്ക് മലയാള മാധ്യമ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടുകളിൽ ഒന്നാണ്. റീച്ചിനും ബാർക്ക് റേറ്റിംഗിനും അപ്പുറം ഒരു മൂല്യവുമില്ലാത്ത ഈ പ്രവർത്തനം മാധ്യമ പ്രവർത്തനം എങ്ങനെ അധാർമികതയാകുന്നു എന്നതിന്റെ ഭീകരമായ ഉദാഹരണമായി മാറുന്നുവെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. തക്കം കിട്ടിയ സമയത്തിൽ രാഹുലിനെ പുറത്തിറക്കി കൃത്യമായ ആസൂത്രണത്തോടെ ജനങ്ങൾക്ക് മുന്നിൽ വെളുപ്പിച്ചെടുത്ത് വീണ്ടും ഒരു റീലോഞ്ച്. പാർട്ടിയിലെ പല പ്രമുഖർ പോലും ഈ പീഡന വീരനെ കണ്ടാൽ ഒരു തീണ്ടാപ്പാട് അകലെ ഓടി മറയുമ്പോഴാണ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമത്തിന്റെ ഈ കണ്ണുകെട്ടിക്കളി. അതിജീവിതയ്ക്കൊപ്പമെന്ന് സ്ക്രീനിന് മുന്നിൽ ഏറ്റുപറയുകയും മറുവശത്ത് കുറ്റം ചെയ്തവനെ തലോടുകയും ചെയ്യുന്നതാണോ മാധ്യമധർമ്മമെന്നാണ് ഇവർ ചോദിക്കുന്നത്. നീതി നിഷേധിക്കപ്പെടുന്നവരുടെയൊക്കെ ശബ്ദമെന്ന പരിവേഷം സ്വീകരിച്ച ആ പ്രമുഖ മാധ്യമ പ്രവർത്തകനോടാണ് ഇനി ചോദ്യം. അടക്കിപ്പിടിച്ച വേദനകളും വീർപ്പുമുട്ടലുകൾ, തകർച്ചകളും ട്രോമകളും പേർനിന്ന ആ പെൺകുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കിയ അന്തിച്ചർച്ചയും വെറും നാടകമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ 24 ഇന്റർവ്യൂ അത്ര നിസ്സാരമായി തള്ളേണ്ടതാണ് എന്ന് തോന്നുന്നില്ല. അത് ആസൂത്രിതമായ ഒരു PR എക്സസൈസിന്റെ ഭാഗമാണ്. ഇപ്പോൾ വളരെ ശാന്തമായി കടന്നു കിട്ടിയാൽ അത് ഇനിയും തുടരും. സ്വയം അഹങ്കരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ ഒരു തരത്തിലുള്ള ചവിട്ടും കുത്തുമില്ലാതെ മുന്നിൽ വിനീത വിധേയനായി ഇരുത്തുവാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല അതിന്റെ പ്രശ്നം. ഒരു ആരോപണ വിധേയൻ തന്റെ വാദങ്ങൾ നിയന്ത്രണമില്ലാതെ അവതരിപ്പിക്കാൻ ഒരു വാർത്താ ചാനലിന്റെ ഫ്ലോറും അതിന്റെ മുഖ്യ ആങ്കറും വാടകയ്ക്ക് നൽകപ്പെട്ട സംഭവമാണ്. ഒരു ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസ് തന്റെ ഭാഗം കേട്ടില്ലെന്ന ആരോപണത്തോടെ തുടങ്ങി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും തനിക്ക് നീതി നൽകിയില്ലെന്ന നിലപാടിലേക്കാണ് രാഹുൽ എത്തുന്നത്. എന്നാൽ ഇതെല്ലാം പറയപ്പെടേണ്ട വേദി ഒരു പ്രൈം ടൈം അഭിമുഖമായിരുന്നുവെന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തം. കോൺഗ്രസിലെ ഒരു MP-യുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പേര് പറയാതെ സൂചനകൾ നൽകി ആരോപണങ്ങൾ നിഷേധിച്ച രീതി വ്യക്തിപരമായ ആക്രമണവും രാഷ്ട്രീയ തന്ത്രവും തമ്മിലെ അതിരുകൾ മായ്ച്ചു കളയുന്നവയായിരുന്നു. ഇതിലൂടെ സത്യം പുറത്തുവരികയല്ല, മറിച്ച് കൂടുതൽ സംശയങ്ങളും അപകീർത്തിയും മാത്രമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതിലുപരി ഗൗരവകരമായത് അതിജീവിതങ്ങളെ ലക്ഷ്യമിട്ടുള്ള പരോക്ഷ ഭീഷണികളാണ്. അവരുടെ സ്വകാര്യ ചാറ്റുകൾ തന്റെ കൈവശമുണ്ടെന്നും പുറത്തുവിടുമെന്നും പറഞ്ഞ നിയമവ്യവസ്ഥയ്ക്കും മനുഷ്യാവകാശങ്ങൾക്കും നേരെയുള്ള വെല്ലുവിളിയാണ്. ഇത് ഒരുതരം ഭീഷണി കൂടിയാണ്. തനിക്കെതിരായ കേസ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമാണെന്ന വാദം പുതിയതല്ല. എന്നാൽ അത്തരം വാദങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത് നിയമത്തിലൂടെയാണെന്നിരിക്കെ അവയെ അന്യായമായി മാധ്യമ കോടതിയിലേക്ക് മാറ്റിയതിന്റെ ഉത്തരവാദിത്തം ആരുടേതാണെന്നാണ് ഈ മാധ്യമം ചോദ്യമുയർത്തുന്നത്. ഇവിടെ ചോദ്യം രാഹുലിന്റെ വാക്കുകളെ കുറിച്ച് മാത്രമല്ല, അത് അയാളോട് മറുചോദ്യങ്ങൾ പോലും ചോദിക്കാതെ സ്ക്രീനിൽ കൊണ്ടുവന്ന മാധ്യമത്തിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് കൂടിയാണ്. ഇതിനെ മാധ്യമ പ്രവർത്തനമെന്ന് വിളിക്കാനാകുമോ എന്ന സംശയം ജനങ്ങൾക്കിടയിൽ ഉയർന്നാൽ അതിശയിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത് പരിഹാരമല്ല. ഉചിതമായ വേദിയിൽ ഉചിതമായ രീതിയിൽ ഇതിനെ തെറ്റായ വശങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടണം. അല്ലെങ്കിൽ നാളെ മറ്റൊരു വഷളനും മറ്റൊരു ക്യാമറയ്ക്ക് മുന്നിൽ എന്തും പറഞ്ഞ് രക്ഷപ്പെടുന്ന അവസ്ഥയിലേക്ക് സമൂഹം നീങ്ങുമെന്നായിരുന്നു ആ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഒരു അഭിമുഖം എടുത്തതിൽ ഒതുങ്ങില്ല. ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കേണ്ട അടിസ്ഥാന ചോദ്യങ്ങൾ ഒഴിവാക്കിയതാണ് യഥാർത്ഥ ആശങ്കയെന്ന് ഇടത് സഹയാത്രികനായ ടിറ്റോ ആന്റണി മഞ്ചേരി പറയുന്നു. ഹൈക്കോടതി ബലം പ്രയോഗിച്ചുള്ള ഗർഭചിത്ര ഗൗരവകരമാണെന്ന പരാമർശ പശ്ചാത്തലത്തിൽ അതിന്റെ അർത്ഥവും നിയമപരമായ നിലയും വ്യക്തമാക്കേണ്ടതുണ്ടായിരുന്നു. പുറത്തുവന്ന ഓഡിയോ ചാറ്റുകളിൽ ഗർഭധാരണം, ഉത്തരവാദിത്തം, പിന്നീടുള്ള നിലപാട് മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുയരുന്ന വൈരുദ്ധ്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ആവശ്യമാണെന്നാണ് ടിറ്റോ പറയുന്നത്. ഇരകളുടെ വികാര പ്രകടനങ്ങളെ ഡ്രാമയായി തള്ളിയെന്ന ആരോപണം പരാതി കെട്ടിച്ചമച്ചതാണെങ്കിൽ ഒളിവിൽ പോയത് എന്ത്? ഒളിവിന് സഹായിച്ചത് ആരൊക്കെ? ഹോട്ടൽ രജിസ്റ്റർ രേഖകൾ, ഭീഷണിപ്പെടുത്തിയതായി പറയുന്ന ചാറ്റുകൾ, ഇവയെല്ലാം പൊതുജനങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ്. വിവിധ പരാതികളിൽ സമാനമായ മോഡസ് ഓപ്പറാൻഡി കാണുന്നുവെന്ന വാദവും ഗൗരവത്തോടെ പരിശോധിക്കപ്പെടണം. ഇത്രയധികം തെളിവുകൾ പുറത്തു വന്നിട്ടും അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവതാരകൻ ചോദിക്കാത്തതിനെക്കുറിച്ച് ടിറ്റോ ആന്റണി മഞ്ചേരി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നു.
ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിമുഖം എടുത്തത് മാത്രമല്ല പ്രശ്നം. ചാനൽ ചർച്ചയിൽ CPIM പ്രതിനിധികളെ കയ്യിൽ കിട്ടിയാൽ ജയറാം പടിക്കലിനെ പോലെ ആളുകളെ ഇരുത്തിയും കിടത്തിയും ഭേദ്യം ചെയ്യുന്ന ഒരു മാപ്രാടിയൻ ലച്ചിപ്പം എന്ന മട്ടിൽ ഒരു ലൈംഗിക മനോരോഗിയെ അഭിമുഖം ചെയ്തത് അയാളുടെ വയറ്റിപ്പിഴപ്പ് കൊണ്ടാണ് എന്നൊക്കെ കരുതിയെന്ന് വിചാരിക്കുക. രണ്ടുപേരും ഒരേ നാട്ടുകാരും സ്വഭാവവും സുഹൃത്തുക്കളുമാണെന്ന് വേറെ കാര്യം. പക്ഷെ ഏതൊരു മാധ്യമ പ്രവർത്തകനും ഇത്തരം സെൻസേഷണലായ ഒരു അഭിമുഖത്തിൽ ചോദിക്കേണ്ടിയിരുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ ചോദ്യങ്ങൾ ചോദിക്കാതെ പോയതെന്തേ? ഞാനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ ഈ കാണുന്ന ചോദ്യങ്ങൾ കൂടി ചോദിക്കും. 1. താങ്കളുടെ കേസിൽ ഹൈക്കോടതി ബലം പ്രയോഗിച്ചുള്ള ഗർഭചിത്രം ഗൗരവതരമാണെന്ന് വാക്കാൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. താങ്കൾ നൽകിയ അലിബി തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഇത് പറഞ്ഞത്. അതിനർത്ഥം താങ്കളെ വെള്ളപൂശിയിട്ടില്ല എന്ന് തന്നെയല്ലേ? 2. ലഭ്യമായ ഓഡിയോ ക്ലിപ്പിൽ കുട്ടിയെ ഞാൻ വളർത്താമെന്ന് അമ്മ പറയുമ്പോൾ എങ്ങനെയാടി വളർന്നത്? കൊച്ചിനെ തന്തയില്ലാത്തവനെന്ന് വിളിക്കില്ലേ? അതെനിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് താങ്കൾ തിരിച്ചു ചോദിക്കുന്നുണ്ടല്ലോ. ഈ പാചകങ്ങളുടെ പൊരുൾ എന്താണ്? 3. താങ്കൾക്ക് ആ യുവതിയിൽ കുട്ടി വേണമെന്ന് പുറത്തിറങ്ങിയ ചാറ്റുകൾ പ്രകാരം വ്യക്തമാണല്ലോ. യുവതി അതിന് സന്നദ്ധയായിരുന്നില്ല എന്നും സേഫ്റ്റി മുഖ്യം മികിലെ എന്നും പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എൻ്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണം? കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? പിന്നെ എന്തിനാണ് ലാസ്റ്റ് നിമിഷം ഇങ്ങനെ മാറുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളല്ലേ ഇതിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? കുട്ടി വേണമെന്ന് നിർബന്ധിച്ച ശേഷം അതിൽ നിന്ന് മനുഷ്യത്വരഹിതമായി പിന്മാറിയത് എന്തുകൊണ്ട്? 4. ഒരു ഘട്ടത്തിൽ പെൺകുട്ടി നിങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരയുന്നുമുണ്ട്. ഡോക്ടറെ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയാവുന്ന ഡോക്ടറാണ്. അവിടേക്ക് പോകാൻ പേടിയാണ്. എനിക്ക് ഛർദി അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടെന്നും പെൺകുട്ടി പറയുന്നു. എന്റെ പൊന്നു സുഹൃത്തെ, താൻ ആദ്യം ഒരു റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കും. ഈ ഡ്രാമ കാണിക്കുന്നവരെ ഇഷ്ടമേ അല്ല എന്ന് താങ്കൾ പറഞ്ഞു. ഇത് ഡ്രാമയാണെന്ന അഭിപ്രായം കേട്ട ഞങ്ങൾക്ക് ആർക്കുമില്ല. ഇത് രാഹുൽ മാങ്കൂട്ടത്തിലെ തീരുമാനവും.